ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇൻഡിജേഴ്സിന്റെ ഇതിലെ മൾട്ടിപ്ലിക്കേഷന്റെ കുറെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോകണം. ഇൻഡിജർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അഡീഷൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, ക്ലോസർ, കമ്മ്യൂട്ടേറ്റിവിറ്റി ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചതാണ്. എന്തായിരുന്നു നമ്മുടെ ക്ലോസർ പ്രോപ്പർട്ടി? ഓർക്കുന്നത് എന്നാണ്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെ ആയിരിക്കണം? ഇൻഡിജർ, അതായത് ക്ലോസ്ഡ് ആകണം. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എയും ബിയും ഇൻഡിജേഴ്സ് ആണെങ്കിൽ അവർ തമ്മിൽ ആഡ് ചെയ്താലും അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും എന്ത് തന്നെ കിട്ടണം? ഒരു ഇൻഡിജർ തന്നെ കിട്ടണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസർ പ്രോപ്പർട്ടി, ക്ലോസ് ആവുക എന്ന് പറയുന്നത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മൾ അഡീഷൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണണം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്താലും ഇത് അതുപോലെ തന്നെ കിട്ടുമോ? അതായത് രണ്ട് ഇൻഡിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഒരു ഇൻഡിജർ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ഇപ്പൊ എക്സാമ്പിൾസ്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ. 3 into -4 നമ്മൾ പഠിച്ചു. പോസിറ്റീവ് ഒരു നെഗറ്റീവ്. 4 into 3 എത്രയാണ്? 12. ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് നെഗറ്റീവ്. ഓക്കെ. 3 ഈസ് ആൻ ഇൻഡിജർ ആണോ? നമുക്ക് അതിന് ഏത് കൊടുക്കാം? ഇവിടെ 4 -4, വെറും 4 അല്ല, -4 ഈസ് ഓൾസോ ആൻ ഇൻഡിജർ. അതിനെ ഞാൻ ബി എന്ന് കൊടുത്തു. അപ്പം എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് -12 ആണ്. -12 ഈസ് ഓൾസോ ആൻ ഇൻഡിജർ. അപ്പം നമുക്ക് എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇൻഡിജർ തന്നെ ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എന്താണ്? ഇൻഡിജേഴ്സ് ആർ ക്ലോസ്ഡ്. യെസ് ആണ് ഇവിടെ ആൻസർ. മനസ്സിലായോ? ഒന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ക്ലോസ്ഡ് എന്നാണ്, ക്ലോസർ പ്രോപ്പർട്ടി എന്നാണ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ചെയ്യുവാണോ, സബ്ട്രാക്ഷൻ ചെയ്യുവാണോ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണോ, അത് എന്ത് ചെയ്തോട്ടെ ആൻസർ എന്ത് തന്നെ കിട്ടണം. നമ്മൾ ഇൻഡിജറിന്റെ കേസാണ് എടുക്കുന്നെങ്കിൽ ഇൻഡിജർ തന്നെ കിട്ടണം. ഹോൾ നമ്പറിന്റെ കേസാണ് എടുക്കുന്നെങ്കിൽ ഹോൾ നമ്പർ തന്നെ ഇടണം. വാട്ട് ഈസ് ഹോൾ നമ്പർ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ മറന്നു പോയിരിക്കണം. വാട്ട് ഈസ് ഹോൾ നമ്പർ? നമ്മുടെ എണ്ണൽ സംഖ്യ, അതായത് 1 2 3യും 0യും. അതിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരുമോ? ഇല്ല. 0 തൊട്ട് 1 2 3 അങ്ങനെ പോകുന്നതിനാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഹോൾ നമ്പേഴ്സ് കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സ് ആണോ കിട്ടുന്നതെന്ന് അഡീഷന്റെ കേസിൽ ഒക്കെ വന്നിട്ടുണ്ട്. സബ്ട്രാക്ഷന്റെ കേസ് വരത്തില്ല. അതൊക്കെ പോട്ടെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. രണ്ട് ഇൻഡിജേഴ്സ് തമ്മിൽ, നമ്മളിവിടെ ഇൻഡിജറിന്റെ കേസ് മാത്രമാണ് പറയുന്നത് കേട്ടോ. രണ്ട് ഇൻഡിജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് ഓൾസോ ആൻ ഇൻഡിജർ. അപ്പൊ ക്ലോസർ പ്രോപ്പർട്ടി അവർ അംഗീകരിക്കുന്നില്ലേ? ഉണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നോക്കട്ടെ. -20 into -5, -15 into -17 ഇല്ല, വെറും 17, -30 into 12, -15 into -23, -14 into -30, 12 into -30. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്തതുപോലെ തന്നെ 20 into 5 എത്രയാണെന്നറിയാം? 100. ഒരു രണ്ട് മൈനസ്, രണ്ട് നെഗറ്റീവ് വന്നാൽ രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ മക്കളെ ആൻസർ? പോസിറ്റീവ്. ഇടണോ അത്? അടുത്ത -15 into 17, ആൻസർ 255 ആണ്. ഇവിടെ പക്ഷെ ഒരു പ്ലസും ഒരു മൈനസും. ആൻസർ ഇല്ല, നമുക്കറിയാം ഒരു പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മൈനസ് ആയിരിക്കും. ഇനി 30 into 12 എത്രയാണ്? 360 ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് കൂടെ വന്നാൽ ആൻസർ നെഗറ്റീവ്. അടുത്ത 15 into 23, 345 ആണ്. രണ്ട് നെഗറ്റീവ് വന്നാൽ ആൻസർ ഈസ്, രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നമ്മൾ പഠിച്ചിപ്പോ പോസിറ്റീവ്. ഇവിടെ രണ്ട് നെഗറ്റീവ് ആണ്. 14 into 13, ആൻസർ 182 ആണ്. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ ആയിരിക്കും മക്കളെ പോസിറ്റീവ് ആയിരിക്കും. അടുത്ത 12 into 30, 360 ആണ്. ഇവിടെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണ്. ആൻസർ -30. ഇതെല്ലാം ഇൻഡിജേഴ്സ് ആണ്. -20 is integer. 5 is also an integer. Answer 100 plus 100. It is also an integer. എന്നാ integer? Negative values, positive values and also 0. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇൻഡിജേഴ്സ്. കണ്ടോ? ഇവിടെ എല്ലാം രണ്ട് നെഗറ്റീവ്, രണ്ട് ഇൻഡിജേഴ്സ്, നെഗറ്റീവ് എന്നല്ല. ഇവിടെ ഇത് രണ്ട് നെഗറ്റീവാണ് ഇൻഡിജേഴ്സ്. ആൻസർ പോസിറ്റീവ് ആണ്, പക്ഷെ അതും
ഇന്റിജർ ആണ്. അപ്പൊ ഇറ്റ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയാം അല്ലേ. അതായത് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇന്റിജർ വെയർ എ ആൻഡ് ബി ആർ ഇന്റിജേഴ്സ് കേട്ടോ. അപ്പൊ ഇതാണ് ക്ലോസർ പ്രോപ്പർട്ടി. എന്താ ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് രണ്ട് ഇന്റിജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് ഓൾസോ ആൻ ഇന്റിജർ. ഇത് ഈ കേസിൽ മാത്രമാണ് കേട്ടോ, ഇന്റിജറിന്റെ കേസ്. നമ്മൾ ക്ലോസർ പ്രോപ്പർട്ടി പലതിനും ഉപയോഗിക്കും. ഹോൾ നമ്പേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട്, ഇന്റിജേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇയറില് 8th നമ്മൾ റാഷണൽ നമ്പേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോ പഠിക്കേണ്ട, ഇപ്പൊ ഇത്ര ഓർമ്മ മതി. ക്ലോസർ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായില്ല, അത് മാത്രമേ അതിന്റെ ഉദ്ദേശം. ചിലപ്പോൾ എക്സാമിനൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുത്തിട്ട് ക്ലോസർ പ്രോപ്പർട്ടി ഉപയോഗിക്കില്ല അങ്ങനെയൊക്കെ പറയും. അതിനുവേണ്ടിയാണ് ഇതിപ്പം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായില്ലേ മക്കളെ? അപ്പം ഒന്നുകൂടെ വീഡിയോ 2 പ്രാവശ്യം കഴിക്കും കേട്ടോ. അപ്പൊ ക്ലോസർ പ്രോപ്പർട്ടി എന്നാന്ന് മനസ്സിലാകും. ഓക്കെ, താങ്ക് യു.